വെൽക്കം. ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്രിഡ്ജിൻ്റെയും കൾവേർട്ടിൻ്റെയും ക്ലാസിഫിക്കേഷൻസ് ആണ്. പ്രധാനമായും 7 രീതിയിലാണ് ബ്രിഡ്ജിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അവ ഓരോന്നും വളരെ ഡീറ്റെയിൽഡ് ആയിക്കൊണ്ട് നമുക്ക് നോക്കാം. ഒന്നാമതായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മെറ്റീരിയലിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. പ്രധാനമായും 4 തരം മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ബ്രിഡ്ജ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. 1 ടിമ്പർ, 2 മേസൺറി, 3 സ്റ്റീൽ, 4 R.C.C. ഇനി നമ്മൾ ടിമ്പർ ബ്രിഡ്ജാണ് നോക്കുന്നത്. ടിമ്പർ അതിൻ്റെ പ്രധാന ഘടനാപരമായി വസ്തുവായി ഉപയോഗിക്കുന്ന ഒരു പാലമാണ് ടിമ്പർ ബ്രിഡ്ജ്. ഇത് ആൻഷ്യൻ ടൈംസിൽ തന്നെ ഉപയോഗിച്ചു വരുന്നു. ടിമ്പർ ബ്രിഡ്ജിൻ്റെ ഏറ്റവും പുരാതനമായ രൂപം ലോക്ക് ബ്രിഡ്ജാണ്. അത് കടക്കേണ്ട ഒരു ഗ്യാപ്പിലൂടെ ഒരു മരം ക്രോസായി വെച്ചുകൊണ്ടാണ് ഇത് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു കൂടുതൽ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഏറ്റവും പഴയ ടിമ്പർ ബ്രിഡ്ജിൽ ഒന്നാണ് ഹോൾസ് ബ്രൂക്ക് റാപ്പർസിൽ ഹാർഡൻ. സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് തടാകത്തെ കണക്ട് ചെയ്യുന്നതാണ് ഇത്. സ്വീഡൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കണ്ടെത്തിയ ചരിത്രാതീത ടിമ്പർ കൂമ്പാരങ്ങൾ 1523 BC ആദ്യ ഫുട് ബ്രിഡ്ജ് സൂറിച്ച് തടാകത്തിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. AD 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ റോമൻ സാമ്രാജ്യം 6 മീറ്റർ വീതിയിൽ നിരവധി പുനർനിർമ്മാണം നടത്തുകയും ചെയ്തു. 1358-നും 1360-നും ഇടയിൽ ഓസ്ട്രിയയിലെ ഡ്യൂക്ക് റുഡോൾഫ് 4-മൻ തടാകത്തിന് കുറുകെ ഒരു പുതിയ ടിമ്പർ ബ്രിഡ്ജ് കൺസ്ട്രക്റ്റ് ചെയ്തു. ഇത് 1878 വരെ ഉപയോഗിച്ചിരുന്നു. ഏകദേശം 1450 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുമാണ് ഇതിന്. സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും നീളമേറിയ ടിമ്പർ ബ്രിഡ്ജ് 2001 ഏപ്രിൽ 6-ന് പുനർനിർമ്മിച്ച ടിമ്പർ ഫുട് ബ്രിഡ്ജ് തുറന്നു കൊടുക്കുകയും ചെയ്തു. 204 മീറ്റർ നീളമുള്ള പാലമാണ് സ്വിറ്റ്സർലാൻഡിലെ ലൂസൺ നഗരത്തിലെ റൂസ് മുറിച്ചു കിടക്കുന്ന പാലം. യൂറോപ്പിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ മരം കൊണ്ടുള്ള പാലമാണിത്. ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന മോഡേൺ ടിമ്പർ ബ്രിഡ്ജ് മെറ്റീരിയൽ ആയ ഗ്ലൂലം നിർമ്മിക്കുന്നത് വാട്ടർ പ്രൂഫ് ഘടനാപരമായ പശകൾക്കൊപ്പം ബോൺസോൺ ലംബർ ലാമിന ടയോണുകളാണ്. അതിനാൽ ഗ്ലൂലം മെമ്പേഴ്സിന് ആഴത്തിലും വീതിയിലും നീളത്തിലും പരിമിതികൾ ഇല്ലാത്തതിനാൽ വിശാലമായ ആകൃതിയിൽ മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കും. റോഡ് ഗതാഗതം നടത്തുന്നതിന് പോലും വ്യത്യസ്ത വലുപ്പത്തിലുള്ള വിവിധ പാലങ്ങൾ ടിമ്പറിൽ നിന്ന് കൺസ്ട്രക്റ്റ് ചെയ്യുവാനും സാധിക്കുന്നു. മുൻകൂട്ടി നിർമ്മിച്ച തടിപ്പാലങ്ങൾ വേഗത്തിൽ കൂട്ടിച്ചേർക്കുവാനും സാധിക്കും. ഇത് ഗതാഗതത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ദോഷകരമായ ഫലങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു. ടിമ്പർ ബ്രിഡ്ജ് കൂടുതൽ കാലം നിലനിൽക്കുകയും അറ്റകുറ്റപ്പണികൾ കുറവുമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ടിമ്പർ ബ്രിഡ്ജുകൾ IRC ക്ലാസ് Bയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് ക്ലാസ് Bയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി നോക്കുന്നത് മേസൺറി ബ്രിഡ്ജാണ്. സ്റ്റോൺ, ബ്രിക്ക് അല്ലെങ്കിൽ കോൺക്രീറ്റ് ബ്ലോക്കുകൾ കൊണ്ട് നിർമ്മിച്ച പാലങ്ങളാണിവ. അത്തരത്തിലുള്ള പാലം എപ്പോഴും ആർച്ചുകളുള്ളവയാണ്. അവ ചിലപ്പോൾ സെമി സർക്കുലർ, സെഗ്മെൻ്റൽ, എലിപ്റ്റിക്കൽ എന്നീ ഷേപ്പുകളിലായിരിക്കും. അതായത് ബ്രിഡ്ജിന് താഴെ ബോട്ടുകൾക്ക് മറ്റും സുഗമമായി കടന്നു പോകാൻ കഴിയുന്ന തരത്തിലായിരിക്കും ആർച്ച് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഇത് പിയർ അല്ലെങ്കിൽ അബട്ട്മെൻറ്റിലായിരിക്കും സപ്പോർട്ട് കൊടുത്തിരിക്കുക. മേസൺറി ബ്രിഡ്ജിൻ്റെ പ്രധാന ലോഡ് വഹിക്കുന്ന ഭാഗം ആർച്ചാണ്. അതിനു മുകളിലാണ് സ്പാൻഡർ നിർമ്മിക്കുന്നത്. ഇത് ബ്രിഡ്ജ് റോഡ്വേ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ മെറ്റീരിയലിനനുസരിച്ച് ചിലപ്പോൾ സിമ്പിൾ കൺസ്ട്രക്ഷനും ലോങ് ലൈഫും ആയിരിക്കും. ചിലപ്പോൾ കൺസ്ട്രക്ട് ടൈം കൂടുതൽ എടുക്കുകയും ചെയ്യും. അതിൻ്റെ മെറ്റീരിയലിനനുസരിച്ച് ചില മെറ്റീരിയലിന് മെയിൻ്റനൻസ് ആവശ്യമുള്ളവയാണ്. അതേപോലെ
ഇതിന് സ്പാൻ കുറവാണ്. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായി നോക്കുന്നത് സ്റ്റീൽ ബ്രിഡ്ജുകളാണ്. സ്റ്റീൽ ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്ത ബ്രിഡ്ജിനെ സ്റ്റീൽ ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നു. ഇവ കൂടുതൽ കാലം നിലനിൽക്കുന്നവയാണ്. പ്രധാനമായും 4 തരത്തിലുള്ള സ്റ്റീൽ ബ്രിഡ്ജാണ് ഉള്ളത്. 1 സ്റ്റീൽ ട്രഫ് പ്ലേറ്റ്, 2 സ്റ്റീൽ ഗിർഡർ, 3 സ്റ്റീൽ ട്രസ്, 4 സസ്പെൻഷൻ ബ്രിഡ്ജ് എന്നിവ. ഇനി സ്റ്റീൽ ബ്രിഡ്ജിൻ്റെ ടൈപ്പാണ് നോക്കുന്നത്. സ്റ്റീൽ ട്രഫ് പ്ലേറ്റ് ബ്രിഡ്ജുകൾ. ഡെക്ക് പ്ലേറ്റ് ഒരൊറ്റ കട്ടിയുള്ള സ്റ്റീൽ പ്ലേറ്റ് അടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ നിരവധി കട്ടിയുള്ള പ്ലേറ്റുകൾ ട്രെയിനിൻ്റെ ദിശയിൽ ഒന്നിച്ചു ചേർക്കുന്നു എന്നതാണ് ഇത്തരത്തിലുള്ള പാലത്തിൻ്റെ പ്രത്യേകത. അബട്ട്മെൻറ്റിനെയും പിയറിൻ്റെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് ലോഞ്ചിറ്റ്യൂഡനലായി പ്രൊവൈഡ് ചെയ്തിരിക്കും. ഇവയെ കണക്ട് ചെയ്തുകൊണ്ട് ടൈ റോഡ് വിത്ത് സ്പേസർ പൈപ്പും കൊടുത്തിരിക്കും. ഇത് കൊടുക്കുന്നതിന് ശേഷം മുകളിൽ സ്റ്റീൽ ട്രഫ് പ്ലേറ്റ് കൊടുക്കുന്നു. ഇതിനകത്ത് കോൺക്രീറ്റും ഫിൽ ചെയ്യുന്നു. ഇത് കഴിഞ്ഞതിന് മുകളിൽ ഒരു സ്ലാബും കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മാക്സിമം സ്പാൻ 50 മീറ്റർ വരെയാണ്. ചെറുതും വലുതുമായ പാലങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബ്രിഡ്ജുകൾ ഉപയോഗിക്കാറുണ്ട്. റെയിൽവേക്കും ഫുട് ബ്രിഡ്ജിനുമാണ് ഇത്തരത്തിലുള്ള പാലങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ ഹൈവേ ബ്രിഡ്ജിനും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇനി സ്റ്റീലിൻ്റെ രണ്ടാമത്തെ ടൈപ്പാണ് നോക്കുന്നത്. സ്റ്റീൽ ഗിർഡർ ബ്രിഡ്ജ്. ഏറ്റവും വലിയ ബീമിനെയാണ് ഗിർഡർ എന്ന് പറയുന്നത്. പാലങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഗർഡറുകൾ പ്ലേറ്റ് ഗർഡർ ഓപ്പൺ, വെബ് അല്ലെങ്കിൽ ബോക്സ് ഗിർഡർ ആയിരിക്കും. ഇതിൽ സ്റ്റീൽ സെക്ഷനുകൾ ഉപയോഗിച്ചാണ് ഗർഡറുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സൈഡ് മൂവ്മെൻറ്റ് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി മെയിൻ ഗർഡറുകൾ തമ്മിൽ ബ്രേസ് ചെയ്തിരിക്കും. റെയിലുകൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രധാന ഗർഡറുകളിൽ വുഡൻ സ്ലീപ്പർ നേരിട്ട് സ്ഥാപിച്ചിരിക്കുന്നതിനാൽ ലോഡുകൾ നേരിട്ട് കൈമാറ്റം ചെയ്യുന്നു. ലോഡ് ഓഫ് ട്രാഫിക്, പ്ലേറ്റ് ഗിർഡർ, റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് എന്നിവയാണ് സ്പാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. റെയിൽവേക്കകത്ത് ചെറിയ സ്പാനാണ് ഗിർഡറിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗിർഡറുകൾ അതിൻ്റെ ഡെക്കിനെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള മാർഗമായി ഉപയോഗിക്കുന്ന ഒരു പാലമാണ് ഗിർഡർ ബ്രിഡ്ജ്. ആധുനിക സ്റ്റീൽ ഗിർഡർ പാലങ്ങളുടെ ഏറ്റവും സാധാരണമായത് 2 തരമാണ്, പ്ലേറ്റും ബോക്സും. ബ്രിഡ്ജ് രൂപകൽപ്പനയെ സൂചിപ്പിക്കുന്നതിന് ഗിർഡർ എന്ന പദം പലപ്പോഴും ബീം ഉപയോഗിച്ച് പരസ്പരം കണക്ട് ചെയ്തിരിക്കും. ഗിർഡർ ബ്രിഡ്ജ് എന്നത് ബേസിക്കും കോമണും ആയ ഒരു ബ്രിഡ്ജാണ്. ബ്രിഡ്ജിൻ്റെ സ്പാനിന് സപ്പോർട്ട് ചെയ്യുന്നതിന് പിയറിലും അബട്ട്മെൻറ്റിലും ഡെക്കുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കും. ഇനി സ്റ്റീലിൻ്റെ മൂന്നാമത്തെ ടൈപ്പാണ് നോക്കുന്നത്. സ്റ്റീൽ ട്രസ് ബ്രിഡ്ജുകൾ. ബീമുകളുടെയോ മറ്റ് എലമെൻസിൻ്റെയോ ഒരു അസംബ്ലിയാണ് ട്രസ്. എഞ്ചിനീയറിങ്ങിൽ ഒരു ട്രസ് എന്നത് 2 ഫോഴ്സ് അംഗങ്ങളെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ഘടനയാണ്. അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു അസംബ്ലി ആയതുകൊണ്ട് ഇതൊരൊറ്റ സ്ട്രക്ചറായിട്ട് പ്രവർത്തിക്കുന്നു. ട്രസ്സുകൾ സാധാരണഗതിയിൽ 5 അതിലധികമോ ത്രികോണാകൃതിയിലുള്ള യൂണിറ്റുകളായി ഉൾക്കൊള്ളുന്നു. ഈ സാധാരണ സന്ദർഭത്തിൽ എക്സ്റ്റേണൽ റിയാക്ഷനും ആ റിയാക്ഷനോടുള്ള റെസ്പോൺസും നോഡുകളിൽ മാത്രം പ്രവർത്തിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. മെമ്പറുകളിൽ ഫോഴ്സ് ഉണ്ടാകുന്നത് ടെൻസൈൽ അല്ലെങ്കിൽ കംപ്രസീവാണ്. സ്ട്രൈറ്റ് മെമ്പേഴ്സിന് ടോർക്കുകൾ വ്യക്തമായി ഒഴിവാക്കപ്പെടുന്നു. സാധാരണയായി 100 മീറ്റർ സ്പാൻ വരെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എബൌട്ട് 100 മീറ്റർ സ്പാൻ വരെയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്.
ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ ബ്രിഡ്ജിനാണ് ഇത് ഉപയോഗിക്കുന്നത്. വലിയ പുഴകൾക്ക് മേലെയാണ് ഇത്തരത്തിലുള്ള ബ്രിഡ്ജുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ കമ്പൈൻഡ് ട്രാഫിക് ആയിരിക്കാം, അതായത് റോഡുകളും റെയിൽവേയും ഒരുമിച്ചായിരിക്കാം പ്രൊവൈഡ് ചെയ്യുന്നത്. ട്രസ്സിലെ എല്ലാ മെമ്പേഴ്സും റോൾഡ് സ്റ്റീൽ അല്ലെങ്കിൽ ബോക്സ് ഗിർഡർ തരത്തിലുള്ളവയാണ്. പ്രാറ്റ്, വാറൻ, എവേ ആൻഡ് നോർവില്ലെ എന്നിവയാണ് പ്രധാന ഗിർഡർ ബ്രിഡ്ജുകൾ. ഈ ട്രസ്സുകൾക്ക് സാധാരണയായി 1/5 ആം സ്പാന് തുല്യമായ ആഴമുണ്ട്. ഇത്തരത്തിലുള്ള ട്രസ് കോമൺ ആയി ഉപയോഗിക്കുന്നു. സൈനിക പാലങ്ങൾ, റെയിൽവേ പാലങ്ങൾ എന്നിവയിൽ ഇവ സാധാരണയായി ഉപയോഗിച്ചു വരുന്നു. ഇനി സ്റ്റീലിൻ്റെ 4ാമത്തെ ടൈപ്പാണ് നോക്കുന്നത്, സസ്പെൻഷൻ ബ്രിഡ്ജുകൾ. ലംബ സസ്പെൻഡറുകളിൽ സസ്പെൻഷൻ കേബിളുകൾക്ക് താഴെ ഡെക്ക് തൂക്കിയിട്ടിരിക്കുന്ന ഒരു തരം പാലമാണ് സസ്പെൻഷൻ ബ്രിഡ്ജുകൾ. ബ്രിഡ്ജിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഗർഡറുകൾ, ട്രസ്സുകൾ, സസ്പെൻഷൻ കേബിൾ, പ്രധാന ടവറുകൾ, പാലത്തിൻ്റെ ഓരോ അറ്റത്തും കേബിൾക്കായുള്ള ആങ്കറേജുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഒരു പ്രധാന സസ്പെൻഷൻ ബ്രിഡ്ജ് വലിയ പ്രധാന കേബിളുകളിൽ നിന്ന് റോഡ് പാതയെ സംരക്ഷിക്കുന്നു. ഇത് പാലത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പോകുന്നു. ടവറുകൾ പ്രധാന കേബിളുകൾ വളരെ ദൂരത്തേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. പാലത്തിൻ്റെ ഭാരം അല്ലെങ്കിൽ ലോഡ് ഭൂരിഭാഗവും കേബിളുകൾ ആങ്കറേജ് സിസ്റ്റങ്ങളിലേക്ക് മാറ്റുന്നു. ഉയരമുള്ള 2 ടവറുകളിൽ നിന്നുള്ള കേബിളുകൾ വഴി റോഡ് പാതയെ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നതിനാണ് സസ്പെൻഷൻ പാലങ്ങൾക്ക് അവയുടെ പേര് ലഭിച്ചത്. ഭാരത്തിൻ്റെ ഭൂരിഭാഗവും 2 ടവറുകൾ സപ്പോർട്ട് ചെയ്യുന്നു. അവ കേബിളുകളിൽ നിന്ന് കംപ്രഷൻ ഫോഴ്സിനെ നേരിട്ട് ഭൂമിയിലേക്ക് കൊടുക്കുന്നു. സസ്പെൻഷൻ ബ്രിഡ്ജുകളിൽ സസ്പെൻഡറുകൾ എന്ന് വിളിക്കുന്ന ചെറിയ കേബിളുകളുമുണ്ട്. ഇത് വളരെ ചെറിയ സ്പാനിലെ ലൈറ്റ് ട്രാഫിക്കിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ബ്രിഡ്ജുകൾ ഉപയോഗിക്കുന്നത്. ഇനി 4ാമത്തെ മെറ്റീരിയലാണ് നോക്കുന്നത്, R.C.C ബ്രിഡ്ജുകൾ. ഇപ്പോൾ കൂടുതലായും ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് R.C.C. പക്ഷേ ഷോക്കിനെയും വൈബ്രേഷനെയും റെസിസ്റ്റ് ചെയ്യുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെ മേജർ റെയിൽവേ ബ്രിഡ്ജിന് R.C.C.കൾ ഉപയോഗിക്കുന്നില്ല. പ്രധാനമായും 6 രീതിയിലാണ് R.C.C ബ്രിഡ്ജുകളെ തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാമതായി നമുക്ക് വരുന്നത് സ്ലാബ് ബ്രിഡ്ജ്, 2 ടി ബീം ആൻഡ് സ്ലാബ് ബ്രിഡ്ജ്, 3 റിജിഡ് ഫ്രെയിം ബ്രിഡ്ജ്, 4 മൾട്ടിപ്പിൾ സ്പാൻ പോർട്ടൽ ബ്രിഡ്ജ്, 5 ഡബിൾ കാന്റിലിവർ ബ്രിഡ്ജ്, 6 ബോസ്ട്രിങ് ഗിർഡർ ബ്രിഡ്ജ് എന്നിങ്ങനെ. ഇനി R.C.C.യുടെ 1ാമത്തെ ടൈപ്പാണ് നോക്കുന്നത്, സ്ലാബ് ബ്രിഡ്ജ്. ഇതൊരു സിമ്പിൾ ടൈപ്പ് ബ്രിഡ്ജാണ്. ലൈറ്റ് ട്രാഫിക്കിനും പെഡസ്ട്രിയനുമാണ് ഇത്തരത്തിലുള്ള ബ്രിഡ്ജുകൾ കൂടുതലായും ഉപയോഗിക്കുന്നത്. വളരെ ചിലവ് കുറഞ്ഞൊരു കൺസ്ട്രക്ഷനാണ് R.C.C സ്ലാബ് ബ്രിഡ്ജുകൾ. ഷോർട്ട് സ്പാനുകളാണ് കൂടുതലായും സ്ലാബ് ബ്രിഡ്ജുകളിൽ ഉപയോഗിക്കുന്നത്. ലാർജ് സ്പാനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ അതിൻ്റെ തിക്ക് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കണം. സ്ലാബ് ബ്രിഡ്ജുകളിൽ പ്രീ ട്രസ്ഡ് സ്ലാബ് ബ്രിഡ്ജുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പ്രീ ട്രസ്ഡ് സ്ലാബ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിൽ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സൈറ്റിൽ വന്ന് നേരിട്ട് ഫിറ്റ് ചെയ്യുന്നു. ഇനി R.C.C ബ്രിഡ്ജിൻ്റെ 2ാമത്തെ ടൈപ്പാണ് നോക്കുന്നത്, ടി ബീം ആൻഡ് സ്ലാബ് ബ്രിഡ്ജ്. 20 മീറ്റർ വരെയാണ് ഈ ബ്രിഡ്ജിൻ്റെ സ്പാൻ നമ്മൾ കൊടുക്കുന്നത്. സപ്പോർട്ട് ചെയ്യുന്ന ബീമുകളുള്ള ഒരു ഫ്ലോർ സ്ലാബ്, മോണോലിത്തിക് ഉൾക്കൊള്ളുന്ന ഒരു ഉറപ്പുള്ള കോൺക്രീറ്റ് പാലം. അങ്ങനെ ഒരു ക്രോസ് സെക്ഷൻ ടി ബീമുകളുടെ ഒരു ശ്രേണിയോട് സാമ്യമുണ്ട്.
അബട്ട്മെൻറ്റിനും പിയറിനും മുകളിലായി ടി ബീമുകൾ സപ്പോർട്ട് ചെയ്യുന്നു. പാലത്തിൻ്റെ ഇരുവശത്തും കാൽനടയാത്രക്കാർക്കായി റോഡ് ലെവലിൻ്റെയും മുകളിലോട്ട് പാതകൾ നിർമ്മിക്കുന്നു. ഇതിന് വിയറിംഗ് കോഴ്സുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. വിയറിംഗ് കോഴ്സിൻ്റെ ടൈം കഴിയുമ്പോൾ ഇവ റീപ്ലേസ് ചെയ്യുന്നു. ഇനി R.C.C ബ്രിഡ്ജിൻ്റെ മൂന്നാമത്തെ ടൈപ്പാണ് നോക്കുന്നത്, റിജിഡ് ഫ്രെയിം ബ്രിഡ്ജ്. സിംഗിൾ സ്പാൻ റിജിഡ് ഫ്രെയിം ബ്രിഡ്ജുകൾ സാധാരണയായി ഉറപ്പുള്ള കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. പാർക്ക് വേകളിലും റോഡ് വേകളിലും സാധാരണയായി നാം ഉപയോഗിക്കുന്നു. നിരന്തരമായ ഒരു യൂണിറ്റായി പ്രവർത്തിക്കാൻ സൂപ്പർ സ്ട്രക്ചറും സബ്സ്ട്രക്ചറും കർശനമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു പാലമാണ് റിജിഡ് ഫ്രെയിം ബ്രിഡ്ജുകൾ. റിജിഡ് ഫ്രെയിം പലതരത്തിൽ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. സിംഗിൾ സ്പാൻ, വി ഷേപ്പ്, ബട്ടർ പോസ്റ്റ് എന്നിങ്ങനെ. ഇതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് 20 മീറ്റർ വരെയാണ് നമ്മൾ കൊടുക്കുന്നത്. R.C.C ബ്രിഡ്ജിൻ്റെ നാലാമത്തെ ടൈപ്പാണ് നോക്കുന്നത്, മൾട്ടിപ്പിൾ സ്പാൻ പോർട്ടൽ ബ്രിഡ്ജ്. ഇത്തരത്തിലുള്ള ബ്രിഡ്ജുകൾ 16 മീറ്റർ വരെയാണ് ഉപയോഗിക്കുന്നത്. സിംഗിൾ സ്പാൻ കൺസ്ട്രക്ഷൻ ഒരു ബീം എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇനി ഒരു മൾട്ടിപ്പിൾ സ്പാനാണ് സ്ട്രക്ചറിന് കൊടുക്കുന്നത് എങ്കിൽ ഒരു ഇൻറ്റീരിയർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. സൂപ്പർ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന അബട്ട്മെൻറ്റുകളും പിയറുകളും ഉപയോഗിച്ച് സ്ട്രക്ചറിനെ മോണോലിത്തിക് ആക്കിയിരിക്കും. ഇനി ഡബിൾ കാൻറ്റിലിവർ ബ്രിഡ്ജാണ് നോക്കുന്നത്. ഇത്തരത്തിലുള്ള ബ്രിഡ്ജിനെ ബാലൻസ്ഡ് കാൻറ്റിലിവർ ബ്രിഡ്ജ് എന്നും പറയാറുണ്ട്. 50 മുതൽ 250 മീറ്റർ വരെയുള്ള സ്പാനുകൾക്കാണ് ഈ പാലങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. പാലം കാസ്റ്റ് ഇൻ പ്ലേസ് അല്ലെങ്കിൽ പ്രീ കാസ്റ്റും ആയിരിക്കാം. മാത്രമല്ല, ബാലൻസ്ഡ് കാൻറ്റിലിവർ കൺസ്ട്രക്ഷൻ രീതിയുടെ ബേസിക് കോൺസെപ്റ്റ് പിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന കാൻറ്റിലിവറിൻ്റെ എതിർവശത്ത് സെഗ്മെൻറ്റുകളെ ആൾട്ടർനേറ്റ് രീതിയിൽ അറ്റാച്ച് ചെയ്യുക എന്നതാണ്. ക്രമരഹിതവും ദൈർഘ്യമേറിയതുമായ സ്പാൻ ലെങ്ത്, തിരക്കേറിയ പ്രൊജക്റ്റ് സൈറ്റ്, റഫ് ആൻഡ് വാട്ടർ ടെറൈൻ, റെയിൽ ക്രോസിംഗ് എന്നിവയ്ക്ക് ഈ പാലങ്ങൾ കൂടുതലായും ഉപയോഗിക്കുന്നു. ഇനി R.C.Cയുടെ ലാസ്റ്റ് ടൈപ്പാണ് നോക്കുന്നത്, ബോസ്ട്രിങ് ഗിർഡർ ബ്രിഡ്ജ്. ബോസ്ട്രിങ് ബ്രിഡ്ജ് ടിമ്പർ ഓർ അയണിൻ്റെയോ ആർച്ചിൽ നിന്ന് ഫോം ചെയ്ത ബ്രിഡ്ജാണ്. ഇവ പലപ്പോഴും ബ്രേസ് ചെയ്തിരിക്കും. ബോസ്ട്രിങ് ഗിർഡർ ഒരു ആർച്ച് ബീം അതിൻ്റെ 2 എൻഡിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ടൈ ഉപയോഗിച്ച് സ്ട്രങ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള പാലത്തിൽ ആർച്ചുകൾ ഡെക്ക് ലെവലിന് മുകളിലാണ് വരുന്നത്. മുകളിലെ ആർച്ചിൽ നിന്ന് ഹാങ്ങർ അല്ലെങ്കിൽ ടൈകൾ ഉപയോഗിച്ച് ഡെക്ക് ഗിർഡർ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കും. അതിനാൽ ഇതിനെ ടൈഡ് ആർച്ച് ബ്രിഡ്ജ് എന്നും പറയാറുണ്ട്. 100 മീറ്റർ വരെയാണ് ഇത്തരത്തിലുള്ള പാലത്തിൻ്റെ സ്പാൻ വരുന്നത്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് നോക്കുന്നത്, ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ലൈഫ്. പ്രധാനമായും ഇതിനെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. 1 ടെമ്പററി ബ്രിഡ്ജും 2 പെർമനൻറ്റ് ബ്രിഡ്ജ്. ഇനി നമുക്ക് ടെമ്പററി ബ്രിഡ്ജ് നമുക്ക് നോക്കാം. ലൈഫ് കുറവും ചിലവ് കുറഞ്ഞ പാലങ്ങളാണ് ഇവ. സാധാരണയായി ടിമ്പർ ബ്രിഡ്ജ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. പക്ഷേ അവ സ്റ്റീൽ വയറുകൾ, ഓൾഡ് റെയിൽസ് തുടങ്ങിയവ കൊണ്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യുവാനും സാധിക്കും. ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ടെമ്പററി ബ്രിഡ്ജാണ് നമുക്ക് പറയാം. ടൈം കുറവാകുമ്പോൾ, ഫണ്ടുകളുടെ ലഭ്യത കുറവാകുമ്പോൾ, സ്ഥിരമായ പാലത്തിൻ്റെ റിപ്പയർ വർക്കുകൾ നടത്തുമ്പോൾ, സ്ഥിരമായ പുതിയ പാലത്തിൻ്റെ നിർമ്മാണം സുഗമമാക്കുന്നതിന് വേണ്ടി, ഒരു സ്ട്രീം കടക്കാൻ താൽക്കാലിക ആവശ്യങ്ങളുണ്ടെങ്കിൽ, ഈ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ടെമ്പററി ബ്രിഡ്ജാണ് നമുക്ക് പറയാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് നോക്കുന്നത്, പെർമനൻറ്റ് ബ്രിഡ്ജ്. ലോങ് ലൈഫും കൺസ്ട്രക്ഷൻ കോസ്റ്റും ഉയർന്ന തരത്തിലുള്ളവയാണ്.
സ്റ്റോൺ, സ്റ്റീൽ ഓർ കോൺക്രീറ്റ്, മേസൺറി എന്നിവയിൽ ഇവ നിർമ്മിക്കാം. നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കനുസരിച്ച് പെർമനൻറ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ നമുക്കതിനെ തരംതിരിക്കുന്നു. മേസൺറി ബ്രിഡ്ജ്, സ്റ്റീൽ ബ്രിഡ്ജ്, ത്രൂ പ്ലേറ്റ് ബ്രിഡ്ജ്, ഗിർഡർ ബ്രിഡ്ജ്, ബോക്സ് ഗിർഡർ ബ്രിഡ്ജ്, പ്ലേറ്റ് ഗിർഡർ ബ്രിഡ്ജ്, R.C.C ബ്രിഡ്ജ് അതിൻ്റെ ടൈപ്സുകൾ, പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ബ്രിഡ്ജുകൾ, കൾവേർട്ട് ആൻഡ് ടൈപ്സ് ഓഫ് കൾവേർട്ടുകൾ, ഹൈ ലെവൽ കേഴ്സ്, ഇവയൊക്കെ പെർമനൻറ്റ് ബ്രിഡ്ജുകളാണ്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് നോക്കുന്നത്, ബേസ്ഡ് ഓൺ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ഇറ്റ്സ് ഫ്ലോർ. പ്രധാനമായും ഇതിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, ഡെക്ക് ബ്രിഡ്ജും ത്രോ ബ്രിഡ്ജും. ഇനി നമുക്ക് ഡെക്ക് ബ്രിഡ്ജ് എന്താണെന്ന് നോക്കാം. ട്രാഫിക് വഹിക്കുന്ന പാലത്തിനായുള്ള ഫ്ലോറിംഗ്. പാലത്തിൻ്റെ പ്രധാന ഗർഡറുകളുടെ മുകളിലോ ലോഡ് ബിയറിംഗ് സൂപ്പർ സ്ട്രക്ചറിൻ്റെ മുകളിലോ സപ്പോർട്ട് ചെയ്യുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ബ്രിഡ്ജിനെ ഡെക്ക് ടൈപ്പ് ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നു. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് നോക്കുന്നത്, ത്രൂ ബ്രിഡ്ജ്. ട്രാഫിക് വഹിക്കുന്ന പാലത്തിൻ്റെ ഫ്ലോറിംഗ് പാലത്തിൻ്റെ പ്രധാന ഗർഡറുകളുടെ താഴെയോ ലോഡ് ബിയറിംഗ് സൂപ്പർ സ്ട്രക്ചറിൻ്റെ താഴെയോ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത്തരം ബ്രിഡ്ജിനെ ത്രൂ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നാലാമത്തെ ക്ലാസിഫിക്കേഷനാണ് നോക്കുന്നത്, ബേസ്ഡ് ഓൺ ഫങ്ഷൻ ഓർ പർപ്പസ്. പ്രധാനമായും ഇതിനെ 5ആയിട്ട് തരംതിരിക്കുന്നു, ഹൈവേ ബ്രിഡ്ജ്, റെയിൽവേ ബ്രിഡ്ജ്, ഫുട് ബ്രിഡ്ജ്, വയഡക്റ്റ് ആൻഡ് അക്വഡക്റ്റ്. ഇനി ഹൈവേ ബ്രിഡ്ജ് നോക്കുകയാണെങ്കിൽ റെയിൽവേ, വാട്ടർവേ അല്ലെങ്കിൽ മറ്റൊരു ഹൈവേയിൽ കൺസ്ട്രക്ട് ചെയ്ത പാലത്തെ ഹൈവേ ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നു. ദ ബ്രിഡ്ജ് കൺസ്ട്രക്റ്റഡ് എലോങ് എ ഹൈവേ അക്രോസ് അനദർ ഹൈവേ, റെയിൽവേ ഓർ വാട്ടർവേ ഈസ് കാൾഡ് ഹൈവേ ബ്രിഡ്ജ്. ഇനി റെയിൽവേ ബ്രിഡ്ജ് നോക്കുകയാണെങ്കിൽ റെയിൽവേ ലൈനിനു അരികിലൂടെ ഒരു ഹൈവേക്കോ വാട്ടർവേക്കോ കുറുകെ നിർമ്മിച്ച പാലത്തെയാണ് റെയിൽവേ ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ ബ്രിഡ്ജ് കൺസ്ട്രക്ട് അലോങ് ദ റെയിൽവേ ലൈൻ അക്രോസ് എ ഹൈവേ ഓർ എ വാട്ടർവേ. ഫുട് ബ്രിഡ്ജ്. കാൽനട യാത്രക്കാർക്കായി ഒരു റോഡ്, റെയിൽവേ അല്ലെങ്കിൽ വാട്ടർവേയിലൂടെ നിർമ്മിച്ച പാലത്തെയാണ് ഫുട് ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ ബ്രിഡ്ജ് കൺസ്ട്രക്റ്റഡ് ഫോർ പെഡസ്ട്രിയൻ അക്രോസ് എ റോഡ്വേ, റെയിൽവേ ഓർ വാട്ടർവേ. ഇനി വയഡക്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു താഴ്വര മുറിച്ചു കടക്കുന്നതിന് നിരവധി ചെറിയ സ്പാനുകൾ ചേർന്ന പാലങ്ങൾ നിർമ്മിക്കാറുണ്ട്. അത്തരം പാലത്തെ നമ്മൾ വയഡക്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ ബ്രിഡ്ജ് കമ്പോസ്ഡ് ഓഫ് സെവറൽ സ്മാൾ സ്പാൻസ് ഫോർ ക്രോസിംഗ് എ വാലി. ഇനി അക്വഡക്റ്റ് ആണ് നോക്കുന്നത്. നദി അല്ലെങ്കിൽ താഴ്വര പോലുള്ള ഒരു തടസ്സത്തിലൂടെ വെള്ളം എത്തിക്കുന്നതിനായി നിർമ്മിച്ച പാലത്തെയാണ് നമ്മൾ അക്വഡക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ബ്രിഡ്ജ് കൺസ്ട്രക്റ്റഡ് ടു കൺവേ വാട്ടർ ഓവർ ആൻ ഒബ്സ്റ്റാക്കിൾ സച്ച് ആസ് റിവർ ഓർ വാലി. ഇത്രയാണ് നാലാമത്തെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറയുന്നത്. ഇനി അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷനാണ് ചെയ്തിരിക്കുന്നത്, ബേസ്ഡ് അപ്പോൺ ദ ലെങ്ത് ഓഫ് സ്പാൻ. പ്രധാനമായും 3 തരത്തിലാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന്, അതായത് അതിൻ്റെ സ്പാനിനനുസരിച്ച്. ഒന്ന് കൾവേർട്ട്, 2 മൈനർ ബ്രിഡ്ജ്, 3 മേജർ ബ്രിഡ്ജ്. കൾവേർട്ട് എന്ന് പറഞ്ഞാൽ 6 മീറ്ററിന് താഴെയുള്ള പാലത്തെയാണ് നമ്മൾ കൾവേർട്ട് എന്ന് വിളിക്കുന്നത്. മൈനർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ 6 മുതൽ 30 മീറ്ററിനുള്ളിൽ വരുന്ന പാലത്തെയാണ് മൈനർ ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. മേജർ ബ്രിഡ്ജ് 30 മീറ്ററിന് മുകളിലുള്ള എല്ലാ തരം പാലത്തെയും നമ്മൾ മേജർ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. അതിൻ്റെ സ്പാനിനനുസരിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ആറാമത്തെ ക്ലാസിഫിക്കേഷനാണ് നോക്കുന്നത്, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ അലൈൻമെൻറ്റ് ഓഫ് ബ്രിഡ്ജ്. അതായത് ഇതിൻ്റെ അലൈൻമെൻറ്റിനനുസരിച്ചിട്ടാണ് ഇത് തരംതിരിച്ചിട്ടുള്ളത്. പ്രധാനമായും 2 രീതിയിലാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ് വരുന്നത്. ഒന്ന് സ്ട്രൈറ്റ് ബ്രിഡ്ജും 2 സ്ക്യൂ ബ്രിഡ്ജും. ഒന്നാമത്തെ സ്ട്രൈറ്റ് ബ്രിഡ്ജ് നോക്കുകയാണെങ്കിൽ
നമ്മൾ എപ്പോഴും ബ്രിഡ്ജ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് വാട്ടർ വേയുടെ പെർപെൻഡിക്കുലറായിട്ട് കറക്റ്റ് 90 ഡിഗ്രി പെർപെൻഡിക്കുലറായിട്ടായിരിക്കും നമ്മൾ എപ്പോഴും ബ്രിഡ്ജ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അത്തരം ബ്രിഡ്ജിനെയാണ് നമ്മൾ സ്ട്രൈറ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇഫ് ദ ബ്രിഡ്ജ് ഈസ് കൺസ്ട്രക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ 90 ഡിഗ്രി ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഇറ്റ് ഈസ് കാൾഡ് സ്ട്രൈറ്റ് ബ്രിഡ്ജ്. ഇനി നമ്മൾ രണ്ടാമത്തെ ടൈപ്പാണ് നോക്കുന്നത് സ്ക്യൂ ബ്രിഡ്ജ്. വാട്ടർ വേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടല്ലാതെ, അതായത് 90 ഡിഗ്രി അല്ലാതെ കൂടുതലാവാം അല്ലെങ്കിൽ കുറവായിരിക്കാം. അത്തരം രീതിയിലാണ് ബ്രിഡ്ജുകൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എങ്കിൽ ആ അത്തരത്തിലുള്ള ബ്രിഡ്ജിനെയാണ് നമ്മൾ സ്ക്യൂ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇഫ് ദ ബ്രിഡ്ജ് ഈസ് കൺസ്ട്രക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ അതർ ദാൻ 90 ഡിഗ്രി ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഇറ്റ് ഈസ് കാൾഡ് സ്ക്യൂ ബ്രിഡ്ജ്. ഇനി നമ്മൾ അവസാനത്തെ ക്ലാസിഫിക്കേഷനാണ് നോക്കുന്നത്, ബേസ്ഡ് ഓൺ IRC ലോഡിംഗ്. പ്രധാനമായും ഇതിനെ 4ആയി തരംതിരിക്കുന്നു. ക്ലാസ് A ലോഡിംഗ്, ക്ലാസ് A ലോഡിംഗ്, ക്ലാസ് B ലോഡിംഗ് ആൻഡ് ക്ലാസ് 70R ലോഡിംഗ്. ഇനി നമ്മൾ ഒന്നാമത്തെ ടൈപ്പാണ് നോക്കുന്നത്, ക്ലാസ് A ലോഡിംഗ്. IRC ക്ലാസ് A ലോഡിംഗ് സെർട്ടൻ റൂട്ടുകളിൽ മിലിറ്ററി വാഹനങ്ങൾക്ക് പോകുന്നതിന് വേണ്ടി അടിസ്ഥാനമാക്കിയുള്ളതാണ്. നിലവിലുള്ള ചില വ്യാവസായിക മേഖലകളിലെ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലുള്ള പാലങ്ങൾ, നിർദ്ദിഷ്ട ഹൈവേകൾ മുതലായവയ്ക്കായി ഇത് സ്വീകരിക്കാം. ക്ലാസ് A ലോഡിങ്ങിനായി ഹൈവേകൾ രൂപകൽപ്പന ചെയ്യുന്നത് പതിവാണ്. ക്ലാസ് A ലോഡിങ്ങിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഘടനകൾ ദേശീയ സംസ്ഥാന ലോഡിങ്ങിലെ ക്ലാസ് A ഘടനകൾക്കായി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ചില വ്യവസ്ഥകളിൽ ക്ലാസ് A ലോഡിങ്ങിന് കീഴിൽ ഇത് കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ടൈപ്പാണ് നോക്കുന്നത്, ക്ലാസ് A ലോഡിംഗ്. IRC ക്ലാസ് A ലോഡിംഗ് ഇന്ത്യൻ റോഡുകളിൽ ഓടാൻ സാധ്യതയുള്ള ഏറ്റവും ഭാരം കൂടിയ വാണിജ്യ വാഹനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിനാൽ ക്ലാസ് A ലോഡിങ്ങിൽ ഉൾപ്പെടാത്ത പ്രധാനപ്പെട്ട എല്ലാ സ്ഥിരം റോഡ് ബ്രിഡ്ജുകളും കൾവേർട്ടുകളും ക്ലാസ് A ലോഡിങ്ങിന് അനുയോജ്യമാണ്. ക്ലാസ് A ലോഡിങ്ങിനായുള്ള ട്രെയിനിൽ ഒരു എഞ്ചിനും 2 ബോഗികളും അടങ്ങിയിരിക്കുന്നു. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് നോക്കുന്നത്, ക്ലാസ് B ലോഡിംഗ്. ക്ലാസ് B ലോഡിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ രീതിയും മറ്റു ഡീറ്റെയിൽസും ക്ലാസ് A ലോഡിങ്ങിന് തുല്യമാണ്. ടിമ്പർ ബ്രിഡ്ജ് തുടങ്ങി താൽക്കാലിക സ്ട്രക്ചറിൻ്റെ രൂപകൽപ്പനയ്ക്കായി നമുക്ക് ഇത് സ്വീകരിക്കാം. ഇനി അവസാനത്തെ ടൈപ്പാണ് നമ്മൾ നോക്കുന്നത്, ക്ലാസ് 70R ലോഡിംഗ്. ഇതൊരു അഡീഷണൽ ലോഡിംഗ് ആണ്. ഇത് ക്ലാസ് A ലോഡിങ്ങിന് പകരം ഉപയോഗിക്കാൻ ചിലപ്പോൾ ചില വ്യവസ്ഥകൾക്ക് ഇത് വ്യക്തമാക്കി തരുന്നു. R എന്ന അക്ഷരം റിവൈസ്ഡ് ക്ലാസിഫിക്കേഷനെയാണ് സൂചിപ്പിക്കുന്നത്. റിവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് പല സാങ്കല്പിക വാഹനങ്ങളിലൊന്നിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇനി നമ്മൾ നോക്കുന്നത് കൾവേർട്ടുകളെ കുറിച്ചാണ്. എന്താണ് കൾവേർട്ട്, അതേപോലെ അതിൻ്റെ ടൈപ്പുകളാണ് ഇനി നമ്മൾ നോക്കുന്നത്. റെയിൽവേയുടെയോ റോഡിൻ്റെയോ കായലിൽ ഒരു വശത്ത് നിന്ന് മറ്റൊന്നിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിന് വേണ്ടി സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ചെറിയ പാലമാണ് കൾവേർട്ടുകൾ. ഒരു കൾവേർട്ടിന് 1, 2, 3 സ്പാൻസ് ഉണ്ടായിരിക്കാം. ഇതിൻ്റെ പരമാവധി ദൈർഘ്യം 6 മീറ്റർ വരെയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ തന്നെ ചെറിയ പാലങ്ങളുണ്ടായിരിക്കാം. പാടത്ത് എല്ലാം നമ്മൾ കൊടുക്കുന്നത് വെള്ളം ഒരു ഭാഗത്ത് നിന്ന് മറ്റൊന്നിലേക്ക് നമ്മൾ ഒഴുക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ചെറിയ പാലങ്ങളൊക്കെയാണ് ഇവ. ഇനി കൾവേർട്ടുകളുടെ ടൈപ്പുകളാണ് നോക്കുന്നത്. പ്രധാനമായും 5 രീതിയിലാണ് നമ്മൾ കൾവേർട്ടുകളെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. 1 സ്ലാബ്, 2 പൈപ്പ്, 3 ബോക്സ്, 4 ആർച്ച്, 5 സ്റ്റീൽ ഗിർഡർ. ഇനി നമുക്ക് സ്ലാബ് കൾവേർട്ടുകൾ നോക്കാം.
മേസൺറി കൾവേർട്ടും R.C.C സ്ലാബും ഇന്ന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നു. കൺസ്ട്രക്ഷനും മെയിൻ്റെനൻസിനും ഇവ സുഗമമാണ്. സ്ലാബിൻ്റെ കൺസ്ട്രക്ഷൻ R.C.C, ടിമ്പർ സ്ലീപ്പ് അല്ലെങ്കിൽ സ്റ്റോൺ എന്നിവയിലായിരിക്കും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന ഒരുവിധം എല്ലായിടത്തും നമുക്കിന്ന് കാണാൻ കഴിയുന്നത് സ്ലാബ് കൾവേർട്ടുകളാണ്. ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ടൈപ്പാണിത്, സ്ലാബ് കൾവേർട്ടുകൾ വരുന്നത്. ഇനി രണ്ടാമതായി നോക്കുന്നത് പൈപ്പ് കൾവേർട്ടുകളാണ്. പെട്ടെന്ന് കൺസ്ട്രക്ട് ചെയ്യുക എന്നത് കൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്നു. ഡിഫറെൻറ്റ് ഡയമീറ്ററുള്ള ഹ്യൂം പൈപ്പുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. R.C.C ഇടുന്നതിലൂടെ കച്ച് റോഡുകൾക്ക് പൈപ്പ് കൾവേർട്ട് നൽകുക അല്ലെങ്കിൽ ഹ്യൂം പൈപ്പ് സ്ഥാപിച്ച് ചുറ്റും മണ്ണ് നിറയ്ക്കുകയും ആവാം. റോഡ് എംബാക്ക്മെൻറ്റിൻ്റെ ഹൈറ്റിനനുസരിച്ചാണ് പൈപ്പ് കൾവേർട്ടിൻ്റെ എണ്ണവും ഡയമീറ്ററും നിശ്ചയിക്കുന്നത്. ഇനി നമ്മൾ ബോക്സ് കൾവേർട്ടുകളാണ് നോക്കുന്നത്. ഈ കൾവേർട്ടുകളിൽ പ്രധാനമായും ഒന്നോ അതിലധികമോ എണ്ണം ചതുരം അല്ലെങ്കിൽ ചതുരാകൃതിയുള്ള ഓപ്പൺ കൊടുത്തിരിക്കും. വെള്ളം ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് കടക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോഫ്റ്റ് മണ്ണിൽ സ്കോർ ചെയ്യാനുള്ള സാധ്യതയും മണ്ണിൻ്റെ ശേഷിക്കുറവുമായാൽ ഇത്തരത്തിലുള്ള കൾവേർട്ടുകൾ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യുവാൻ സാധിക്കും. ഇനി ആർച്ച് കൾവേർട്ടാണ് നോക്കുന്നത്. അബട്ട്മെൻറ്റ്, ഫൗണ്ടേഷൻ, വിങ് വാൾ, ആർച്ച്, പാരപെറ്റ് എന്നിവ ഈ കൾവേർട്ടിൽ ഉൾപ്പെടുന്നു. ഈ കൾവേർട്ടിൻ്റെ സ്പാൻഡ്രൽ ഫിൽ ചെയ്യുന്നതിന് വേണ്ടി ലൈം കോൺക്രീറ്റ് ആണ് ഉപയോഗിക്കുന്നത്. പുവർ ബെഡ് സോയിൽ അല്ലെങ്കിൽ സോയിൽ ഇറോഷൻ, സ്കോർ എന്നിവ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അപ്രോണുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവസാനമായി വരുന്നത് സ്റ്റീൽ ഗിർഡർ കൾവേർട്ടുകളാണ്. റെയിൽവേകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കൾവേർട്ടുകൾ കൊടുക്കുന്നത്. റെയിലുകൾക്ക് തൊട്ടു താഴെ 2 പ്രധാന ഗിർഡർ പ്രൊവൈഡ് ചെയ്യുന്നു. ഗിർഡറിനും റെയിലിനും ഇടയിൽ ഒരു വുഡൻ സ്ലീപ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്.